ക്രിപ്റ്റോ മൈനിങ് മെഷീനുകളെക്കുറിച്ച് പണം കായ്ക്കുന്ന മരമെന്ന് വെറുതെ പറയല്ല, യഥാർത്ഥത്തിൽ പണം കായ്ക്കുന്ന മരം തന്നെയാണ് എന്ന് തന്നെ പറയാം. മരം എന്ന് പറഞ്ഞാൽ നമ്മളതിന് സാക്ഷാൽ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന പച്ചമരം എന്ന അർത്ഥത്തിലല്ല, പണം സമ്പാദിക്കാൻ പറ്റുന്ന വളരെ നല്ല ഒരു മെത്തേഡ്. പ്രത്യേകിച്ച് ജോലികളില്ല, ജോലിക്കാരാവശ്യമില്ല, കറണ്ടും ഇൻ്റർനെറ്റും ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൈനിങ് മെഷീൻ വാങ്ങി ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് കൊണ്ടുപോയി ഓൺ ചെയ്ത് വെച്ചാലും നമുക്ക് നമ്മുടെ വാലറ്റിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഈ ക്രിപ്റ്റോ മൈനിങ് എന്ന് പറയുന്നത്. എന്നാൽ ക്രിപ്റ്റോ മൈനിങ് ലാഭകരമല്ല എന്ന് പലരും പറയാറുണ്ട്. ഞാനും അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്ന കൂട്ടത്തിലായിരുന്നു. അത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഗ്രാഫിക്സ് കാർഡൊക്കെ വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മൈനിങ് റിഗിനെ കുറിച്ചായിരിക്കും പറയുന്നത്. ഏതായാലും നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ മൈനിങ് മെഷീനെ കൊണ്ട് ഓവറായി പണിയെടുപ്പിച്ച് കൂടുതൽ സമ്പാദിക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അതിന് നമ്മുടെ ഈ ഐസ് റിവർ KS0 അതുപോലെ KS0 Pro ഇതിൻ്റെ കൂടെ കമ്പനി നൽകുന്ന അഡാപ്റ്റർ നമുക്ക് 65-70 വാട്ട്സൊക്കെ ഉള്ള അഡാപ്റ്ററാണ്. അത് നമ്മൾ മാറ്റി നമ്മൾ 100 വാട്ട്സിൻ്റെ അല്ലെങ്കിൽ 150 വാട്ട്സിൻ്റെ ഒക്കെ ലാപ്ടോപ്പിൻ്റെ ചാർജർ വാങ്ങി നമ്മൾ ഇതിന് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത്. കാരണം കുറച്ചും കൂടെ കറണ്ട് കൂടുതലായി ഇതിന് ചിലവാകും എന്നതാണ് നമ്മൾ ഇതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ ഘടകം. മൈനിങ്ങിൻ്റെ സംവിധാനങ്ങൾ കൂടുന്നതിനനുസരിച്ച് കറണ്ട് ചിലവും കൂടും എന്നർത്ഥം. ഇപ്പോൾ നമ്മുടെ ഈ മെഷീന് നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ എക്സ്ട്രാ ഫാനൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ സൈറ്റിൽ ഇവിടെ നോക്കിയാൽ ഇപ്പോൾ ഇതിൻ്റെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്പീഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടെ KS0ൻ്റെ നേരെ കാണുന്നത് 92 GHz. ഇതൊക്കെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഫേംവെയർ എന്നാണ് ഇതിന് പറയാം, അല്ലെങ്കിൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ സോഫ്റ്റ്വെയർ നമുക്ക് കമ്പനി തരുന്ന സോഫ്റ്റ്വെയർ അല്ലാതെ മറ്റു സോഫ്റ്റ്വെയറുകൾ, തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറുകളാണ് ഇതിന് ആവശ്യമായി വരുന്നത്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് അതിൽ പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് വായിച്ച് നോക്കാനുള്ള ടെക്സ്റ്റ് ഫയലും അതിൻ്റെ കൂടെ ഉണ്ടാവും. പ്രത്യേകിച്ചൊന്നുമില്ല, സാധാരണ ഇതിൻ്റെ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാൻ എന്താണോ നമ്മൾ ചെയ്യുക അതേപോലെ തന്നെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഫയൽ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്ത്, കമ്പ്യൂട്ടറിലായാലും കുഴപ്പമില്ല, നമ്മൾ മൊബൈലിലായാലും കുഴപ്പമൊന്നുമില്ല, ചെയ്ത് നമ്മൾ മുമ്പ് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ IP അഡ്രസ്സ് വെച്ച് ലോഗിൻ ചെയ്തുകൊണ്ടാണല്ലോ ഈ ആപ്ലിക്കേഷനിലെ ഫേംവെയറും അതുപോലെ സെറ്റിങ്സൊക്കെ മാറ്റുക. അപ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്കാണ് നമ്മൾ IP അഡ്രസ്സിൽ അടിച്ചു എന്നാൽ വരിക. അപ്പോൾ അതിൻ്റെ ഏറ്റവും അടിയത്തെ ഭാഗത്ത് ഫേംവെയർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ നമ്മുടെ ഫയൽ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് അപ്ഡേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരല്പസമയത്തിന് ശേഷം ഈ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്തതായിട്ട് നമുക്കൊരു മെസ്സേജ് വരും. അത് കഴിഞ്ഞാൽ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്ത് കഴിയുന്നതോടുകൂടി നമ്മുടെ സെറ്റിങ്സിൽ നമ്മൾ മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള വാലറ്റും മറ്റുള്ള ഡീറ്റെയിൽസുകൾക്കൊന്നും കാര്യമായൊരു കുഴപ്പമുണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മുടെ മുന്നേ നമ്മൾ സെറ്റ് ചെയ്ത കാര്യങ്ങളൊന്നും മാറ്റം വരുത്തേണ്ട കാര്യമില്ല. ഇത് കാഴ്ചയിൽ നമുക്ക് നോക്കിയാൽ വലിയ മാറ്റങ്ങളൊന്നും നമുക്കിവിടെ നോക്കിയാൽ കാണില്ല. ആദ്യം ഉണ്ടായിരുന്ന ഫേംവെയർ എങ്ങനെയാണോ അതേ രൂപത്തിൽ, അതേ കളറിൽ, അതേ തീമിൽ തന്നെയാണ് ഇവിടെ എന്നതുകൊണ്ട് നമുക്ക് ഫേംവെയർ അപ്ഡേറ്റ് ആയതായിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇവിടുന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ നമുക്കത് അടിയിലേക്ക് പോയാൽ ഫേംവെയറിൻ്റെ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും നമുക്ക് അത്ര ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഫയൽ നമ്മുടെ ഇവിടെ ചൂസ് ഫയൽ എന്നുള്ളിടത്ത് കൊണ്ടുപോവുക, അപ്ഗ്രേഡ് എന്ന് കൊടുക്കുക. അത് അപ്ഗ്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം റീസ്റ്റാർട്ട് ആകാൻ വേണ്ടിയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ വരും. അത് ഓക്കെ അടിക്കലോടുകൂടി നമ്മുടെ മൈനിങ് മെഷീൻ റീസ്റ്റാർട്ട് ചെയ്ത് വരും. റീസ്റ്റാർട്ട് ചെയ്ത് വന്നാൽ സാധാരണത്തെ പോലെ തന്നെ ഇതിവിടെ പ്രവർത്തിച്ച് തുടങ്ങും. ഒരു അരമണിക്കൂറിന് ശേഷം നമ്മുടെ K1 പൂളിൽ പോയി നോക്കിയാൽ നമ്മുടെ ജിഗാഡ്സ് കൂടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്കൊരു KS0 ആണെന്നുണ്ടെങ്കിൽ ഒരു 100, 120, 110 വരെയുള്ള ജിഗാഡ്സ് സ്പീഡാണ് സാധാരണഗതിയിൽ കിട്ടുക. അതേപോലെ തന്നെ KS0 Pro ആണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ കിട്ടുകയും ചെയ്യും. അത് നമുക്ക് എത്രമാത്രം കിട്ടുന്നുണ്ട് എന്നുള്ളത് ഇത് ചെയ്തു നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ ഞാൻ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ ഒരുപാട് തരം ഫയലുകളുണ്ട്. അപ്പോൾ അതിൽ 120, 140, 160 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഫയലുകൾ കാണും. അതായത് നമുക്ക് എത്ര ജിഗാഡ്സ് വരെ വർദ്ധിപ്പിക്കണം എന്നാണ് അതിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പരമാവധിയാണ് 160. ഈ 160 എന്ന് പറഞ്ഞാൽ നമുക്കൊരു 180, 185 വരെയൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. പലർക്കും കിട്ടുമായിരിക്കും. അത് നിങ്ങൾ ഓരോരുത്തരും അപ്ഗ്രേഡ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ K1 പൂളിലേക്കൊന്ന് പോയി നോക്കുക. എന്നിട്ട് നമ്മളൊന്ന് ഒരല്പസമയത്തിന് ശേഷം ഇതേപോലെ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ നമ്മുടെ
ഇവിടെ ജിഗാഡ്സ് കൂടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 95 85 ഉള്ളതെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോഴേക്ക് അത് 100 അതുപോലെ അത് പിന്നെ 150 180 അത് പലപ്പോഴും പല രീതിയിലാണ് കാണിക്കുക. അത് പിന്നെ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാത്തപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് മാറ്റി നോക്കിയാൽ ഇവിടെ എത്ര ജിഗാഡ്സ് സ്പീഡ് കിട്ടുന്നുണ്ടെന്ന് കാണും. അതേപോലെ തന്നെ നമ്മൾ മൈനിങ് മെഷീൻ്റെ IP അഡ്രസ്സിലൂടെ കയറി ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഗ്രാഫും അതുപോലെ ആ ഗ്രാഫിൻ്റെ മുകളിലുള്ള ഭാഗവും നോക്കിയാൽ അവിടെയും നമുക്ക് ഇതിൻ്റെ സ്പീഡ് കൂടിയതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 135 അതേപോലെ 155 വരെയൊക്കെ പോകുന്നത് പലപ്പോഴും കാണാൻ പറ്റും. അപ്പോൾ ഞാനത് ഫുൾ ടൈം നോക്കി കാണുന്നത് ഇവിടെ കാണിക്കണില്ല. അതേപോലെ തന്നെ നമ്മുടെ ഈ KS റിവർ അതിൻ്റെ മുകളിൽ ഒരു എക്സ്ട്രാ അഡീഷണൽ ഫാനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചൂടാകുന്നതിന് ഒരുപാട് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഇത് ചെയ്യേണ്ടത്. കുറച്ച് കറണ്ടിൻ്റെ ചിലവും അതുപോലെ തന്നെ ഹീറ്റും ഒക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. മെഷീൻ്റെ ലൈഫിനെ നല്ല രീതിയിൽ ബാധിക്കും എന്ന് യൂട്യൂബുകളിലൊക്കെ കാണുന്നുണ്ട്. എത്രമാത്രം അത് ശരിയാണെന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും സ്വന്തം റിസ്കിൽ മാത്രം ഇത് ചെയ്യുക. കാരണം ഇത് അത്ര ഒരു നല്ലൊരു പരിപാടിയായിട്ട് തോന്നുന്നില്ല. പക്ഷേ എന്നാലും ഇങ്ങനെ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നുമുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ മൈനിങ് മെഷീൻ വാങ്ങാൻ ഇന്ന് ഇന്ത്യയിൽ എവിടെയാണ് സൗകര്യമുള്ളതെന്നൊന്നും എനിക്കറിയില്ല. ഇത് ഇന്ത്യയിൽ പലപ്പോഴും നമ്മൾ തപ്പിയിട്ട് കിട്ടാത്തൊരു സാധനം. ഞാൻ ദുബായിൽ പോയപ്പോഴാണ് ഇത് വാങ്ങാൻ സാധിച്ചത്. അപ്പോൾ അവിടെ ആരെങ്കിലും നിങ്ങളുടെ കുടുംബക്കാരോ ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് ഒരു പക്ഷേ നിങ്ങൾക്കിത് കിട്ടിയേക്കാം. എന്നാലും അവിടെ എല്ലായിടത്തും ഇത് കടകളിലൊന്നും പോയി ചോദിച്ചാൽ കിട്ടുന്നൊരു സാധനമല്ല. ഈ മേഖലയിൽ നല്ല രീതിയിൽ വിവരമുള്ള ആളുകൾക്ക് മാത്രമാണ് ഇതിനെക്കുറിച്ച് അറിയാം. ഇതേപോലത്തെ ഒരു മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എത്ര വാട്ട്സ് കറണ്ട് എടുക്കുന്നുണ്ട് എന്നും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റും. അതൊന്നും നമ്മൾ അത്ര കൃത്യമായി മോണിറ്റർ ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും നമ്മുടെ ഓരോ മെഷീനും എത്രമാത്രം കറണ്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ ഇത്തരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും ഉപകരിക്കും. നമ്മൾ മൈനിങ്ങിനെ ഒരു വലിയൊരു ബിസിനസ് എന്ന രീതിയിൽ കാണുന്നവർ അതിനുള്ള കറണ്ടും അതുപോലെ ഇത്രയും വലിയ വാട്ട്സ് ഉള്ള മെഷീന് വെക്കാനുള്ള അത്രയും നല്ല കറണ്ടും പവറും പ്ലഗും ഒക്കെ നല്ല സെറ്റപ്പിൽ തന്നെ വെച്ചാൽ മാത്രമേ നല്ല രീതിയിലുള്ള വരുമാനങ്ങൾ കിട്ടുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ പറയാം.